ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനിന്ന് വീണ്ടും കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ 2 ദിവസത്തെ കേക്ക് ഓർഡേഴ്സ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കേക്ക് ഞാനിപ്പം ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4മത്തെയോ 5മത്തെയോ തവണയാണ് കേട്ടോ സെയിം മോഡൽ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഒരു ഡോള് ഇങ്ങനെ ബലൂണ് ഹാങ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മോഡൽ, അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടൈപ്പ് കേക്ക്സ് പല ഹോം ബേക്കേഴ്സും ചെയ്തിട്ടുള്ളത്. ഫസ്റ്റൊക്കെ ഞാൻ ഇങ്ങനത്തെ കേക്ക് ചെയ്യുമ്പം ആ ഒരു ഡോൾ ഉണ്ടല്ലോ ഒട്ടും പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആയി എന്ന് പറയില്ല, പക്ഷേ എൻ്റെ ആദ്യത്തെ ഫോട്ടോസൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു ഡോള് കുറച്ചും കൂടി പ്രിറ്റി ആയിട്ട് എനിക്കിപ്പം തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോണ്ടൻ്റ് വർക്കിൻ്റെ കാര്യം എനിക്ക് മെയിനായിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫോണ്ടൻ്റ് വർക്ക് നിങ്ങൾ വിചാരിച്ച പോലെ ആവണില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എല്ലാവരും തുടക്കത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡോൾ മേക്കിങ്ങിൻ്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫോണ്ടൻറ്റിൻ്റെ വീഡിയോസ് മാത്രമുള്ള കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങനെ ട്യൂട്ടോറിയൽസ് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ശരിയാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ഞാനും ശരിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഡോൾ ചെയ്തെടുക്കാനായിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ എക്സ്പീരിയൻസും സ്കില്ലും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും നമുക്ക് ഈ ഒരു ഫോണ്ടൻ്റ് വർക്കിൻ്റെ ടൈം കുറഞ്ഞു വരില്ലേ. ആദ്യമൊക്കെ ഇതിനേക്കാളും സമയം എടുത്തിരുന്നു, ഇപ്പം അത് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഫോണ്ടൻ്റ് വർക്ക് ഉണ്ടാകുമ്പം ആദ്യം അതങ്ങ് ചെയ്തു വെക്കും. അപ്പോൾ പിന്നെ ഫോണ്ടൻ്റ് വർക്കുള്ള കേക്ക് ആകുമ്പം വലിയൊരു ടാസ്ക് പോലെ തോന്നലുണ്ട്. അപ്പം അതാദ്യം അങ്ങ് ചെയ്തു വെക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പോകണം. ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത് ബേക്കിംഗ് ആണ് കേട്ടോ. കേക്ക് സ്പഞ്ച് എല്ലാം ചെയ്തെടുക്കും. പിന്നെ ഫോണ്ടൻ്റ് വർക്ക് ഉണ്ടെങ്കിൽ ഫോണ്ടൻ്റ് വർക്ക് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം കേക്ക് ഐസിങ് ചെയ്ത് വെക്കും. അതാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾക്കൊരു 2.5 kg വെയിറ്റ് വരുന്ന ഒരു ബേബി ഷവർ കേക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു 1.5 kg വരുന്ന ടോളായിട്ടുള്ള ഈ ഒരു ഡോൾ കേക്കുമാണ്, കസ്റ്റമൈസ്ഡ് ഡോൾ കേക്കുമാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2 കേക്കും സ്പാനിഷ് ഡിലൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ സെയിം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ബേബി ഷവർ കേക്കിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് കേട്ടോ ഈ ഒരു കേക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല നല്ല കമൻറ്റ്സ് അതിലുണ്ടായിരുന്നു. ഏകദേശം 1 മില്യൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു വീഡിയോ പോയിട്ടുണ്ട്. അത്രയും റീച്ച് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പിന്നെ 2-3 ഹോം ബേക്കേഴ്സ് സെയിം ഡിസൈന് അവർ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്ന മോഡലൊക്കെ ഇൻസ്പയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നൊന്ന് ടാഗ് ചെയ്തേക്കണം. അപ്പം നിങ്ങൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാമല്ലോ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ 2 ടയറിനായിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ ഐസിങ് മുഴുവനായിട്ട് ചെയ്തു വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസം പിന്നെ സ്റ്റാക്ക് ചെയ്യാനുള്ളല്ലോ. പിന്നെ നമ്മുടെ ഈ ഒരു ടോളായിട്ട് വരുന്ന കേക്കിൻ്റെ ക്രം കോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിറ്റേ ദിവസമാണ് മെയിനായിട്ടുള്ള ഐസിങ് ചെയ്യുന്നത്. 2 ടയർ എപ്പോഴും ഞാൻ തലേ ദിവസം മാക്സിമം ഫിനിഷ് ആക്കിയിട്ട് ആണ് വെക്കൽ. കാരണം ആ ഒരു കേക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് സ്റ്റാക്ക് ചെയ്യാനും കേക്ക് ചെരിയോന്നോ അല്ലെങ്കിൽ കുഴിഞ്ഞു പോകുന്നോ ഒന്നും പേടില്ല കേട്ടോ. കേക്ക് നല്ലതുപോലെ സെറ്റ് ആവണം. അപ്പം അതുകൊണ്ട് ഞാൻ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തതിന് ശേഷം ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം പിന്നെ സ്റ്റാക്ക് ചെയ്യുക, നമ്മുടെ ഫോണ്ടൻ്റ് കാര്യങ്ങളൊക്കെ വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ തലേ ദിവസമൊക്കെ ഫോണ്ടൻ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ അടച്ച് വെക്കാനാണ് ചെയ്യുന്നത്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഷുഗർ പേസ്റ്റ് അല്ലേ, അപ്പോൾ ചിലപ്പം ഉറുമ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫോണ്ടൻ്റ് ടോപ്പേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഞാൻ ഒരു ഹോം ബേക്കർ എനിക്ക് മെസ്സേജ് അയച്ചതായിരുന്നു. അപ്പോൾ മനസ്സിലായി ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഫോണ്ടൻറ്റിന് കോൾഡ് അല്ല വേണ്ടിയത്, തണുപ്പല്ല വേണ്ടിയത്, ചൂടുള്ള ടെമ്പറേച്ചറാണ് ഫോണ്ടൻറ്റിന് ഏറ്റവും നല്ലത്. ചൂടെന്ന് വെച്ചാൽ അധികം ചൂടല്ല, ഒരു റൂം ടെമ്പറേച്ചർ എന്നറിയില്ലേ, ആ ചൂടാണ് വേണ്ടിയത്. അപ്പോൾ ഇതേ നമ്മുടെ 2 കേക്കും മുഴുവനായിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് സ്റ്റാക്ക് ചെയ്യേണ്ടത്. ഈ കേക്ക് കൂടാതെ കപ്പ് കേക്ക്സും കേക്ക് പോപ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഓർഡർ. അപ്പോൾ ഇതേ പിറ്റേ ദിവസം നമ്മുടെ കേക്ക് സ്റ്റാക്ക് ചെയ്തു. പിന്നെ അതിന് മുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പേഴ്സും ഫോണ്ടൻ്റ് ടോപ്പേഴ്സും ഉണ്ട്, അല്ലാത്ത ഫോക്സ് ബോൾസും ഉണ്ട്. ഈ ബോൾസൊക്കെ
ഈ ബോൾസ് ഒന്നും എഡിബിൾ അല്ല കേട്ടോ. പിന്നെ ഞാൻ ചിലവർ ഫുള്ളി എഡിബിൾ വേണമെന്ന് പറയുമ്പം ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഈ ബോൾസൊക്കെ ഫോണ്ടൻറ്റിൽ ചെയ്തെടുക്കലുണ്ട്. ഇത് ഫുള്ളി എഡിബിൾ അല്ല. ഫ്ലവേഴ്സും ആ ഫോക്സ് ബോൾസും ഒക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. മിക്ക ബേബി ഷവർ കേക്കും എല്ലാവരും ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ചെയ്യൽ. അതുപോലെ തന്നെ ഈ ഒരു കേക്കും ആ ഒരു മോഡലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡോൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ആദ്യം നമ്മൾ ഡെലിവറി ചെയ്യേണ്ട കേക്ക് ഈ ഒരു ബേബി ഷവറിൻ്റെ കേക്കാണ് കേട്ടോ. ലാസ്റ്റാണ് ഈ ഒരു ഡോൾ കേക്ക് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ നമ്മുടെ ഡോൾ കേക്കും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 കേക്കും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2 കേക്കും ഞാൻ ചെയ്തത് എനിക്ക് നല്ല പ്രിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നല്ല കമൻസ് കിട്ടിയ കേക്കായിരുന്നു 2 കേക്കും. പിന്നെ ആദ്യം നമ്മൾ ഡെലിവറി ചെയ്ത കേക്ക് ഈ ഒരു ബേബി ഷവർ തീം കേക്കാണ്. അപ്പോൾ കസ്റ്റമർ വന്നപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ കേക്ക്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണേ. കേക്ക് ബ്ലോഗ് മാത്രമായിട്ട് ഒതുക്കല്ലേ, നിങ്ങൾ വേറെ ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് കേക്ക് ഓർഡേഴ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫും ഫുൾ ഒരു ഡേ മൊത്തം നമ്മളൊരു ക്യാമറയിട്ട് നടക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് ഓർഡേഴ്സ് ഇല്ലാത്ത ദിവസം ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാട്ടോ. നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ നീഹ ബേബിനെ കുറിച്ചിട്ട് അന്വേഷിക്കുമ്പോൾ ഒക്കെ നല്ല സന്തോഷം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളറിയാത്ത ആൾക്കാർ നമ്മളെ പറ്റി അന്വേഷിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. ഓർഡേഴ്സ് കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. പിന്നെ നമ്മൾ ഇപ്പം കൂടുതലും ഷോർട്സാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാകുമ്പം ആൾക്കാർക്ക് ഒന്നും കൂടി കാണാനായിട്ട് ഇഷ്ടമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ലോങ് വീഡിയോസിനേക്കാളും. പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് കൂടുതലും കേക്ക് വ്ളോഗ് എക്സ്പെക്റ്റ് ചെയ്യണമെന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതലും ഹോം ബേക്കേഴ്സ് അല്ലേ നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കേക്ക് വ്ളോഗിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ, കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏരിയക്ക് അനുസരിച്ചിട്ട് മാറ്റം വരും. ഇപ്പം ഈ ഒരു ഡോൾ കേക്കിന് നമുക്ക് കസ്റ്റമൈസേഷൻ ഒരു 1200 വരെയൊക്കെ മേടിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏരിയ അനുസരിച്ച് മാറ്റം വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ടാലൻ്റ് അനുസരിച്ചിട്ട് മാറ്റം വരും. ഇപ്പം തുടക്കത്തിലൊക്കെ ഞാൻ ഇത്രയും എമൗണ്ട് കസ്റ്റമൈസേഷൻ വാങ്ങിയിട്ടേ ഇല്ല. ഈ ഒരു കേക്കിന് ഞാൻ കസ്റ്റമൈസേഷൻ ചെയ്യാതെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് അറിയാം ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട്. പിന്നെ ഇപ്പം എനിക്ക് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പെർഫെക്റ്റ് ആയെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു റേഞ്ച് ഓഫ് ചാർജൊക്കെ മേടിക്കലുണ്ട്. ഇപ്പോൾ ഫ്ലവേഴ്സ് മാത്രം വെച്ചിട്ടുള്ള കേക്കൊക്കെ ആണെങ്കിൽ ഒരു 300 ഒക്കെ കസ്റ്റമൈസേഷൻ, അതായത് ഫ്ലവേഴ്സ് നമ്മൾ വെക്കുന്ന ടോപ്പേഴ്സിൻ്റെ റേറ്റ് കൂടാതെ ഒരു 150-200 ഒക്കെ നമ്മുടെ ചാർജ് മേടിക്കുക. അതെന്താ ചാർജ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ടോളായിട്ടാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ടൈം നമ്മൾ ബേക്ക് ചെയ്യുന്നുണ്ട്. അതായത് 2 ടിന്നിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം നമ്മൾ ചാർജ് ആക്കണം. ഇലക്ട്രിസിറ്റി, നമ്മുടെ ടൈം, അതിനൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാർജ് ഈടാക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു 200-100 എക്സ്ട്രാ നമ്മൾ വെറുതെ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങുന്നതല്ല. നമ്മളിപ്പം ഈ ഒരു ടോപ്പേഴ്സിൻ്റെ റേറ്റ് മാത്രമല്ല കൂട്ടേണ്ടത്, നമ്മുടെ ഒരു ചെറിയ ചാർജ് ഉണ്ട്. കാരണം സാധാ ഒരു കേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചധികം സമയം എടുക്കുന്നുണ്ടല്ലോ ഇത് ചെയ്യും പറയാം. അപ്പോൾ ആ ഒരു ടൈമിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ചാർജ് വാങ്ങുന്നത്. അപ്പോൾ ആ ചാർജിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഏരിയക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ടാലൻ്റ് അനുസരിച്ചിട്ട് മാറ്റം വരും. ഇപ്പം ഈ ഒരു കേക്കിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടോപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ റേറ്റ് ഒരു 150 ആണെന്ന് വിചാരിച്ചോ, ഈ ഒരു ഫ്ലവേഴ്സും ഫോക്സ് ബോൾസും ഒക്കെ. പിന്നെ നമ്മളിതിന് ഡ്രിപ്പിങ് കൊടുക്കുന്നുണ്ട്, ടോളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ ഇതിന്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെയും ബോൾസിൻ്റെ ഒക്കെ റേറ്റ് കൂടാതെ പ്ലസ് ഒരു 150 റുപ്പീസ് നമുക്ക് എക്സ്ട്രാ നമ്മുടെ ചാർജ് ഈടാക്കാം. അത് ഓരോ ഹോം ബേക്കേഴ്സും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ എടുക്കുന്ന റേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു അടുത്തൊരു കേക്ക്. പിന്നെ എല്ലാവരും പറയലുണ്ടല്ലോ നിങ്ങൾ മന്ത്ലി എത്ര നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെയിലി ഇങ്ങനെ ഓർഡേഴ്സ് ഉണ്ടാകുമ്പം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ എത്ര എമൗണ്ടാണ് നിങ്ങൾ ഏൺ ചെയ്യുന്നതെന്ന്. ഇപ്പം ഇങ്ങനെ ഇത്രയും അധികം ഓർഡേഴ്സൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് പെർ ഡേ ഒരു 1500-2000 ഒക്കെ നമുക്ക് പ്രോഫിറ്റ് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഡെയിലി വർക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ
അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കേക്ക് കേട്ടോ. പിന്നെ നമുക്കിതേ ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടുള്ള വേറൊരു കേക്ക് ഉണ്ട്. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കേക്ക് ഓർഡറിൻ്റെ ഡേറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ ഞാൻ വെറും 4 മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തത്. അതായത് ബേക്കിംഗ് അടക്കം 4 മണിക്കൂർ. കസ്റ്റമർ ഹോം ഡെലിവറി ഇല്ലേന്ന് ചോദിച്ചു വിളിച്ചതാണ് കേട്ടോ. അപ്പോഴാണ് അല്ലോ പഠിച്ചോനെ പണി കിട്ടി, ഇന്നാണല്ലേ ഈ കേക്ക് കൊടുക്കേണ്ടതെന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഓൾറെഡി ഒരു കേക്ക് ഉണ്ട് വേറെ കസ്റ്റമറിന് കൊടുക്കാനുള്ളത്, അത് സെറ്റാക്കി തരാനപ്പോൾ അവർക്ക് ടെൻഡർ കോക്കനട്ട് തന്നെ വേണം. അവരതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ടെൻഷനാണെങ്കിൽ കൂടി വരുന്നു. കാരണം ടെൻഡർ കോക്കനട്ട് ഇപ്പം നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്, അതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പൊക്കെ ഒരു പ്രത്യേകതയല്ലേ ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ. റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും, നിങ്ങൾ കണ്ടു നോക്കട്ടോ എത്ര അധികം സ്റ്റെപ്പ് ഉണ്ട് ആ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ടെന്ന്. അപ്പോൾ എനിക്ക് ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തൊരു മോഡൽ കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താ ആവാന്ന്. ഞാൻ അവരോട് ഒരു മണിക്കൂർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. 5:30 കേട്ടോ കേക്ക് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞിട്ടുള്ള കളർ കോംബോ ആയിരുന്നു ഈ ഒരു ഗ്രീനും ആഷ് കളറും. ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളർ ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സിലിട്ടപ്പോഴും 1 മില്യൺ ഏകദേശം വ്യൂ ആയിട്ടുണ്ട്. ആ ഒരു കമൻറ്റ് ബോക്സ് എടുത്തപ്പം ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചു. അപ്പം ഒരുപാട് പേര് നല്ലത് പറഞ്ഞു, ഒരുപാട് പേര് കളർ കോമ്പിനേഷൻ പോരാ, അല്ലാന്നെങ്കിൽ പെർഫെക്ഷൻ ഇല്ല. അപ്പോൾ എനിക്കറിയാം ഈ കേക്ക് ഷാർപ്പ് എഡ്ജൊന്നും ആക്കിയെടുക്കാൻ പറ്റിയില്ല, പെർഫെക്റ്റ് ആയിട്ടില്ല. കാരണം ഞാനൊരു എൻ്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ കേക്ക് ഓൺ ടൈമിൽ അവർക്ക് ഡെലിവറി ചെയ്യുക, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. കാരണം ഇപ്പം ഒരു തുടക്കക്കാരായ ഒരു ഹോം ബേക്കറിന് ഒരു കേക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പെർഫെക്ഷന് ഒരു പരിധി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓവറായിട്ട് അതിൻ്റെ ഡെക്കറേഷനിൽ ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. കളർ തീം ഓക്കെ, ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേക്കിൻ്റെ ഷാർപ്പ് എഡ്ജൊന്നും ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ. സൈഡൊന്നും അത്ര ഫിനിഷ് ആയിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പം ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പം എനിക്ക് ഇടയ്ക്ക് ഒരു സങ്കടം വരലുണ്ട്. കാരണം ഞാൻ ചെയ്ത വർക്ക് എനിക്ക് പേഴ്സണലി ഈ ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ ഒരു ഇങ്ങനെയെങ്കിലും ആക്കിയെടുത്ത് എനിക്കൊരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അതിൻ്റെ ആഴം എന്ന് അറിയുമ്പം ഒരു ചെറുതായിട്ട് ഇടയ്ക്ക് ഒരു വിഷമം കേട്ടോ കമൻ്റൊക്കെ വായിക്കുമ്പം. പക്ഷെ സാരമില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇടയ്ക്ക് വിട്ട് കളഞ്ഞിട്ടാ. അപ്പം ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാൻ ഇത്രയും അഡ്വഞ്ചറായിട്ട് ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഡേ എൻ്റെ ബേക്കിംഗ് ലൈഫിൽ കടന്നു പോയിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. ഞാൻ അത്രയും ആ ഒരു എന്താ പറയുക ടെൻഷൻ അടിച്ച് ഒക്കെ ഒരു 10 സെക്കൻഡ് കൊണ്ട് മിന്നി പറഞ്ഞു തന്നെ പറയാം ആ ഒരു 10 സെക്കൻഡിൻ്റെ ഓഡിയോ. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഏത് ജോലിയാണെങ്കിലും അത് നമ്മൾ എന്താ പറയുക അക്കണ്ട് നമ്മൾ ഫേസ് ചെയ്യണേ. അപ്പോൾ പിന്നെ അക്കണ്ട് സെറ്റായിക്കോളും. ഞാനിപ്പം പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ അതൊക്കെ. ഞാൻ വലിയ മോട്ടിവേറ്റർ ആവാൻ നോക്കുന്നല്ല, പക്ഷേ ഞാൻ അതിലൂടെ ഗോയിങ് ത്രൂ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും അതിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് ഇൻസ്പയർഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്